നേരെ കാര്യം 3/4 മണിക്കൂറായി പോയിട്ട്. ഒരു തരത്തിൽ ഈ അസ്തമയ സൂര്യനും ഞങ്ങൾ പോലീസുകാരും ഒരുപോലെയാ അല്ലേ സാറേ? നൈറ്റ് ഡ്യൂട്ടിക്ക് എത്തുന്ന പകരക്കാരനെ കാത്തു നിൽക്കാൻ പോലും കൂട്ടാക്കാതെ ഡ്യൂട്ടി മതിയാക്കി വീട്ടിലേക്ക് പോകുന്ന പോലീസുകാരൻ. അതുപോലെ തന്നെയല്ലേ സൂര്യനും? തന്റെ പകരക്കാരനായ ചന്ദ്രനു വേണ്ടി സൂര്യനും ഒരിക്കലും കാത്തു നിൽക്കാറില്ലല്ലോ. എങ്ങനെ തുടങ്ങണം, എന്ത് പറയണം എന്നെനിക്കറിയില്ല. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല സാറേ. ഈ അസ്തമയ സൂര്യനെ സാക്ഷി നിർത്തി ഈ സാഗരം സാക്ഷിയാക്കി ഞാൻ സാറിനോടൊരു ആഗ്രഹം പറഞ്ഞാൽ സാറ് സാധിച്ചു തരുമോ? എന്റെ ഭാര്യക്ക് പോലും അറിയാത്തൊരു സത്യം ഞാൻ സാറിനോട് പറയാം. ഞാനൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അത് വായിച്ച് സാറൊരു അഭിപ്രായം പറയണം. പേടിപ്പിച്ചു കളഞ്ഞല്ലോ സാറേ. സാറേ, ഒരു കാര്യം കൂടി. വായിച്ചിട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇതങ്ങ് കീറിക്കളയണം, നാറ്റിക്കരുത്. ശരി. കളിക്കണ അഞ്ജു, കടുപ്പത്തിലൊരു ബ്ലാക്ക് ടീ. കൂട്ടത്തിൽ അല്പം മിച്ചറും. വെറുതെ കുത്തി ഇരുന്ന് ഓർഡർ ഇട്ടാ മതിയല്ലോ. ഞാനേ വർക്ക് ചെയ്തിട്ടാ കയറി വരുന്ന. ഇവിടെ വെറുതെ വലിച്ചോണ്ടിരിക്കല്ലേ. ചായയും കാപ്പിയും ഒക്കെ തനിച്ചങ്ങുണ്ടാക്കി കുടിച്ചാ മതി. ഏത് നേരത്തെ ഒരു എഴുത്ത്. എന്നാ ഇതുകൊണ്ട് വല്ല ഗുണമുണ്ടോ? നീ എന്നെ കൂടുതൽ ഭരിക്കാനെന്ന് പറയണ്ട. ഞാൻ നിന്റെ ഭർത്താവാ. നിങ്ങളൊരു ഭ്രാന്തന. കുറച്ച് ചായയും മിച്ചറും ചോദിച്ചിട്ടാണ് നീ കിടന്ന് ചാടുന്നേ. അതിന് ഞാൻ വേറെ കെട്ടണോടി. ശ്രീ എപ്പോഴെങ്കിലും എന്നെ പറ്റി ആലോചിച്ചിട്ടുണ്ടോ? എനിക്ക് ഈ വീട് നോക്കണം, നിങ്ങളെ നോക്കണം, എന്റെ വർക്ക് നോക്കണം. എല്ലാം കൂടി എനിക്ക് മടുത്തു. എനിക്ക് മടുത്തടി. ഒരു തുക്കട ജോലി ഉണ്ടെന്ന് കരുതി കൂടുതൽ നെഗലിക്കട്ട. എനിക്കും ഒരു ദിവസം വരും. ഈ കഥയൊന്ന് കഴിയട്ടെ. നാണോ ഇല്ല മനുഷ്യ? എത്ര വർഷമായി നിങ്ങൾ ഇത് പറഞ്ഞോണ്ടിരിക്കാൻ തുടങ്ങിയിട്ട്? നിർത്തി. ഏത് നേരവും നീ ഒറ്റ ഒരുത്തി കാരണമാണ് എനിക്ക് എഴുതാൻ പറ്റാത്ത. അതെ, നീ എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഓരോ വരിയും കവിതയായി മാറും. മോൻ എന്താ എഴുതുന്നത്? ഞാൻ സ്കൂൾ മാഗസിന് വേണ്ടി കവിത എഴുതുവാ. ആഹാ, മോൻ വായിച്ച് പപ്പ കേക്കട്ടെ. ഓ, തീർന്നിട്ടില്ല പപ്പ. സാരമില്ല, എഴുതിയത് വായിക്ക്. എഴുതാനും സമ്മതിക്കില്ല. കത്തിജ്വലിക്കുന്ന സ്നേഹമാണമ്മ, വെട്ടിത്തിളങ്ങുന്ന ശോഭയാണമ്മ, നന്മയുടെ ശാന്തിയുടെ ബിംബമാണമ്മ. ആ അമ്മയുടെ പേരോ CV ക്ലാരമ്മ. എന്താ അശ്ലീലമാണ് എഴുതി വെച്ചിരിക്കുന്നത്? അല്ലെങ്കിൽ നിന്നെ പറഞ്ഞ കാര്യമില്ല. അവളെ കുറിച്ച് ഓർത്താൽ ONVക്ക് പോലും കവിത വരില്ല. നിങ്ങൾ വന്നേ. എന്തിനാ പപ്പ? രാജീവ് ഗാന്ധി അസാസിനേഷൻ. അതിന്റെ തൊട്ടടുത്ത ദിവസം ഇറങ്ങിയ
തത്തമ്മ. കണ്ണ് തുറന്ന് നോക്ക്, അച്ചടിച്ചു വന്ന നിന്റെ പപ്പയുടെ കവിത. ചെണ്ടക്കാരനെ പറ്റിച്ച് ബൈ ലോപ്പസി. ചെണ്ടയിലുണ്ടേ ഭൂതത്താൻ, തണ്ടന്തടിയൻ ഭൂതത്താൻ, മണ്ട തുറന്നു വരും മുമ്പേ ഡുണ്ടും ഡുണ്ടും മടിച്ചോളൂ. നിങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന ഇതിന്റെ കോപ്പി മുഴുവൻ കല്യാണത്തിന് അന്ന് തന്നെ ഞാൻ കത്തിച്ചു കളഞ്ഞതല്ലേ, പിന്നെ ഇതിപ്പോ എവിടുന്ന് വന്നു? ഇങ്ങോട്ട് താ മനുഷ്യ. തരില്ല ഞാൻ. എന്റെ കയ്യിലുള്ള അവസാനത്തെ കോപ്പിയാ. ഒരു നിധി പോലെയാ ഞാനിത് സൂക്ഷിക്കുന്നത്. ഇങ്ങോട്ട് തരാൻ പറഞ്ഞ ഇനി എന്റെ കൊച്ചിനെ കൂടി തൊലിക്കാത്തതിന്റെ കാര്യമുള്ളൂ. ഒരു കവിത എഴുത്തുകാരൻ. അല്ലെങ്കിൽ വേണ്ട, നിങ്ങൾ തന്നെ എടുത്തോ. നീ ഇങ്ങോട്ട് വാടാ. എങ്ങോട്ട്? ചുണ്ടി തന്തേ കണ്ട് പഠിക്കരുതെന്ന്. നടക്കങ്ങോട്ട്. മടിച്ചോളൂ. 8 മണിയാകുമ്പോ എല്ലാം അങ്ങോട്ട് കണക്കും. പണ്ടാരടങ്ങ. ഓ ശവം. ലോപ്പസി, ജയിലിലെ ഓർമ്മകൾ. വായിച്ചു കാണൂ. വായിച്ചല്ലേ? വായിച്ചു. ഞാനൊരു പോലീസുകാരനാണ്. എന്നാലും എന്റെ സാറേ, ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. എന്ന് വെച്ചാ സാറേ 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 നിക്കറിട്ടുണ്ടങ്ങോട്ടാ. ജോഗിങ് ജോഗിങ് ജോഗിങ്ങോ? അതെ, ആ യൂണിഫോം ജീപ്പ് എടുത്തിട്ട് വേഗം സ്റ്റേഷനിലേക്ക് വാ. ഇയൊക്കെന്താ വട്ടുണ്ടാ? എന്തായാലും ജോഗിങ് വരണേക്കുമ്പോ രക്ഷപ്പെടാം. എന്തായിരിക്കും? സോറി, ഡിസ്റ്റർബൻസ് ആയോ? ഹേയ്, നന്നായി പ്ലേ ചെയ്യുന്നുണ്ടല്ലോ. ഓ, ഞാൻ വെറുതെ ഒറ്റയ്ക്കിരുന്ന് ബോറടിച്ചപ്പോ. ആ, വെറുതെ ഒന്നുമല്ല. ഐ ലൈക്ക് ദ വേ യു പ്ലേ ദ പീസ്. റിയലി? സാക്സി കേട്ട നമ്പർ ഗിറ്റാറിൽ പ്ലേ ചെയ്ത് കേട്ടപ്പോൾ ഇറ്റ്സ് ക്വൈറ്റ് ഇൻട്രസ്റ്റിംഗ്. Wow, that's great. Yeah, I'm a big fan of Kenny G. എന്തല്ലയാ അളിയ, ഒരു ഹെൽപ്പ്. ഇത് ഏതാ ഐറ്റം? ഇതൊരു സാക്സോഫോൺ ആയിട്ടാണ് അളിയാ. ആരുടെ? ദ ഗ്രേറ്റ് കെനി ജി. കെനി ജിയ? ജി അവന്റെ ഇനീഷ്യൽ ആണോ? വെച്ചിട്ടോ. Hi, I'm Riya. ഹായ്, ഐ എം ശ്രീധർ കൃഷ്ണ. So, what you do? അങ്ങനെ പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല. Oh, come on. മനസ്സ് തോന്നുന്ന കുത്തിക്കുറിക്കുന്നു. നാട്ടുകാർ പറയുന്നത്
ഞാനൊരു കഥാകാരനാണെന്നാണ്. കേട്ടിട്ടുണ്ടാവും മൈ ബ്ലഡി മിസ്റ്റേക്സ്. Oh, you are Sridhar Krishna? മനസ്സിലായ? Oh, Christ. I can't believe this. അതിനുശേഷം പുതിയ ബുക്കൊന്നും കണ്ടില്ലല്ലോ. എന്ത് പറ്റി? It's more than 5 years, I think. ഒരു വർക്ക് ഓൾമോസ്റ്റ് ഫിനിഷ് ചെയ്തിരിക്കുക. കുറച്ച് റിസർച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒന്നും കൂടെ ഒന്ന് ഫൈൻ ട്യൂൺ ചെയ്തെടുക്കണം. Oh, okay. Hey, sweetie. Come. My baby, my sweetie. Hey, bye. ബൈ. Hey. പോയോ? ആ പട്ടിയുടെ ഒക്കെ ഒരു ടൈം ഇരിക്കണ ഇടം എൻ്റെ അമ്മോ. അഞ്ജുവിൻ്റെ റിലേറ്റീവോ? ആയിരുന്നു റോയ്, എൻ്റെ അമ്മയുടെ സിസ്റ്ററിൻ്റെ ഹസ്ബൻഡ്. ദേ ഗോട്ട് ഡിവേഴ്സ്ഡ്. അയാളിപ്പോ വേറൊരു റിലേഷനില്. ഓ, അപ്പൊ അതാണ് ഈ ഡോളി. അവരുടെ പേരിൽ അയാൾ ഈ ഹെയർ ഫിക്സിംഗ് ഫേം തുടങ്ങുന്നത്, റൈറ്റ്? അതിൻ്റെ ഇവന്റ് മാനേജ് ചെയ്യുന്ന കാര്യം പറഞ്ഞ് എന്നെ ഇപ്പോൾ വിളിച്ചിരുന്നു. ഇൻട്രസ്റ്റിംഗ്. പേഴ്സണലി അഞ്ജുവും അയാളും അത്ര നല്ല ടേംസിലെല്ലാം തോന്നുന്നു, അല്ലേ? അതല്ല, അയാളൊരു ക്യാരക്ടർ. എനിവേയ്സ്, അത് നമ്മുടെ വിഷയമല്ല. കേട്ടിടത്തോളം ആള് കൈ കാശുള്ളൊരു മണ്ടര. അയാളെ ഒന്ന് കയ്യിലെടുത്താൽ ലോങ് ടേമിൽ നമുക്കത് ഗുണം ചെയ്യും. അതിന് എന്താ ഒരു വഴി? ഞാൻ പറഞ്ഞില്ലേ റോയ്, അയാളൊരു പ്രത്യേക ടൈപ്പാ. ജനിക്കുന്ന കുട്ടിയെ പോപ്പ് സ്റ്റാർ ആക്കണമെന്നായിരുന്നു അയാൾക്ക്. അത് നടന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് ആൻറ്റിയെ ഡിവോഴ്സ് ചെയ്ത്. പിന്നെ ആളൊരു ശങ്കർ ഫാനാ. ശങ്കർ? യു മീൻ ഡയറക്ടർ ശങ്കർ? അല്ല, ആക്ടർ ശങ്കർ. മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ. Okay, Roy. Please sign it when you get time. അഞ്ജന, സ്ത്രീകളെപ്പോഴും സാരി ഇങ്ങനെ ഉടുക്കുന്ന നല്ലത്.